നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇസ്ലാമിക അനുഷ്ഠാനങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണ എന്താ മനസ്സിലേക്ക് വരാറ്? ഒരു ദിവസം 5 നേരം നമസ്കരിക്കണം, റമദാനിൽ നോമ്പെടുക്കണം, ഖുർആൻ ഓതണം, ഒരു തരം ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് അല്ലേ? അതെ, ഒരു ചെക്ക് ലിസ്റ്റ് പോലെ. അതെ. എന്നാൽ നിങ്ങളുടെ ഈ സ്രോതസ്സുകൾ മുന്നോട്ട് വയ്ക്കുന്നത് വളരെ വ്യത്യസ്തമായ, ശരിക്കും കൗതുകകരമായ ഒരാശയമാണ്. നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. എന്നാൽ യഥാർത്ഥ ചോദ്യം അതല്ല, മറിച്ച് ഈ ഓരോ അനുഷ്ഠാനവും മനുഷ്യനിലെ ഏതടിസ്ഥാന പ്രശ്നത്തെയാണ് പരിഹരിക്കുന്നത് എന്നാണെങ്കിലോ? ഇതൊരു പുതിയൊരു കണ്ണിലൂടെയുള്ള നോട്ടമാണ്. നമുക്കിതിലേക്ക് ആഴത്തിലൊന്ന് ഇറങ്ങി നോക്കാം. തീർച്ചയായും. ആ ഒരു ചോദ്യം മാത്രം മതി ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ. ഇത് കേവലം കുറച്ച് അനുഷ്ഠാനങ്ങളല്ല, മറിച്ച് ഒരു സമ്പൂർണ്ണ ഒരു മനുഷ്യപരിഷ്കരണ പദ്ധതി, ഒരു ഹ്യൂമൻ റിഫോം സിസ്റ്റം എന്ന നിലയിലാണ് നിങ്ങളുടെ സ്രോതസ്സുകൾ ഇതിനെ കാണുന്നത്. ഹ്യൂമൻ റിഫോം സിസ്റ്റം. അതെ. ഒരു ചെക്ക് ലിസ്റ്റ് പൂർത്തിയാക്കി മാർക്കിടുന്നതിന് പകരം ഓരോ പ്രവൃത്തിയും നമ്മളിൽ എന്ത് മാറ്റമാണ്, എന്ത് പരിവർത്തനമാണ് ഉണ്ടാക്കേണ്ടത് എന്നതിലാണ് ഊന്നൽ. ഇന്ന് നമ്മൾ പ്രധാനമായും 3 എണ്ണമാണ് നോക്കുന്നത്: ഖുർആൻ, സ്വലാത്ത് അഥവാ നമസ്കാരം, പിന്നെ നോമ്പ്. ഇവ ഓരോന്നും മനുഷ്യന്റെ ഏതൊക്കെ ആന്തരിക പ്രശ്നങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കൊള്ളാം. ഒരു ഹ്യൂമൻ റിഫോം സിസ്റ്റം. ആ പ്രയോഗം തന്നെ വളരെ ശക്തമാണ്. അപ്പോ നമുക്ക് ആദ്യത്തതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഖുർആൻ. പലരും അതിനെ ഒരു നിയമഗ്രന്ഥമായോ അല്ലെങ്കിൽ ഒരു ചരിത്ര പുസ്തകമായൊക്കെയാണ് കാണുന്നത്. എന്നാൽ ഈ ഒരു പുതിയ കാഴ്ചപ്പാടിൽ ഖുർആൻ പരിഹരിക്കാൻ ശ്രമിക്കുന്ന പ്രധാന പ്രശ്നം എന്താണ്? ഖുർആൻ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ചിന്തയുടെയും കാഴ്ചപ്പാടിന്റെയും പ്രശ്നങ്ങളെയാണ്. അതായത് ദ തിങ്കിങ് പ്രോബ്ലം. ഓക്കെ. നമ്മൾ എങ്ങനെ ലോകത്തെ കാണുന്നു, എന്തിനെ വില കൽപ്പിക്കുന്നു, എന്തിനെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതിലൊക്കെയുള്ള പിഴവുകൾ. പ്രവൃത്തികൾ തുടങ്ങുന്നത് ചിന്തകളിൽ നിന്നാണല്ലോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ അത് ശരിയാക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. ചിന്തയിലെ പിഴവുകൾ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാക്കാമോ? നമ്മുടെ സ്രോതസ്സുകളിൽ ചില ഉദാഹരണങ്ങൾ എടുത്തു പറയുന്നുണ്ടല്ലോ, അല്ലേ? ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തെറ്റായ ലോകവീക്ഷണം, ഒരു ഇൻകറക്റ്റ് വേൾഡ് വ്യൂ. അതായത് വലുതേതാ ചെറുതേതാ എന്ന് തിരിച്ചറിയുന്നതിലുള്ള ഒരു പിഴവ്. ഉദാഹരണത്തിന്, നമ്മൾ ഈ ഭൗതിക ജീവിതത്തെ അഥവാ ദുന്യാവിനെ ഭയങ്കര വലുതായി കാണും. ഒരു ജോലി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു തിരിച്ചടി ഉണ്ടായാൽ അതോടെ ലോകം അവസാനിച്ചു എന്ന് നമ്മൾ കരുതും. അത് ശരിയാണ്. എന്നാൽ അനന്തമായ പരലോക ജീവിതത്തെ അപേക്ഷിച്ച് ഇതെത്ര നിസ്സാരമാണെന്ന് നമ്മൾ മറന്നുപോകുന്നു. ഖുർആനിലൊരു വചനം തന്നെയുണ്ട്: ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചതിനേക്കാൾ വലിയ കാര്യമാണ്, പക്ഷേ അധികമാർക്കും അത് മനസ്സിലാകുന്നില്ല എന്ന്. അപ്പോൾ കാര്യങ്ങളുടെ യഥാർത്ഥം വലുപ്പം മനസ്സിലാക്കി തരികയാണ് ഖുർആൻ ആദ്യം ചെയ്യുന്നത്. അത് ശരിയാണ്. ഒരു ചെറിയ കാര്യം നമ്മുടെ മുന്നിൽ വെച്ചാൽ പിന്നിലുള്ള വലിയ പർവ്വതം കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ, കരിയറിലെ ഒരു ചെറിയ പ്രശ്നം ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി കാണുകയും എന്നാൽ കുടുംബ ബന്ധങ്ങളിലെ വലിയ പ്രശ്നങ്ങളെ നിസാരമായി കാണുകയും ചെയ്യുന്നൊരു പ്രവണത നമുക്കിടയിലുണ്ടല്ലോ. അപ്പോ രണ്ടാമത്തെ പ്രശ്നമായി പറയുന്നത് തെറ്റായ മാനദണ്ഡങ്ങളെക്കുറിച്ചാണ്. അതെന്താണ്? അതെ, ഇൻകറക്റ്റ് ക്രൈറ്റീരിയ. ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാണുന്നതാണ്. ശരിയാണ്. ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അതിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അത് ആരാണ് പറയുന്നത് എന്ന് നോക്കിയാണ്. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കും. എന്നാൽ അതേ കാര്യം ആധികാരികമായി പഠിച്ച ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ നമ്മൾ തള്ളിക്കളയും. ഇവിടെ സത്യമല്ല, വ്യക്തിയുടെ പദവിയാണ് മാനദണ്ഡമാകുന്നത്. അല്ലെങ്കിൽ ഭൂരിപക്ഷം ചെയ്യുന്നത് എന്താണോ അതാണ് ശരിയെന്ന് നമ്മൾ കരുതുന്നു. ഖുർആൻ ഈ ചിന്താരീതിയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. സത്യത്തിന് അതിൻ്റേതായ തെളിവുകളുണ്ട്, അല്ലാതെ ആളുകളുടെ എണ്ണത്തിലോ പദവിയിലോ അല്ല അതിൻ്റെ അടിസ്ഥാനമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതുകൂടാതെ ഗഫ്ല എന്നൊരു വാക്കുകൂടി നിങ്ങളുടെ കുറിപ്പുകളിൽ കാണുന്നുണ്ടല്ലോ. അശ്രദ്ധ എന്നാണ് അതിനർത്ഥം നൽകിയിരിക്കുന്നത്. പക്ഷെ അതൊരു സാധാരണ മറവി പോലെയല്ല, അല്ലേ? അല്ലേയല്ല. ഗഫ്ല എന്നത് വളരെ ആഴത്തിലുള്ളൊരവസ്ഥയാണ്. വെറും മറവി എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്നും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും മറന്ന് ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ ജീവിക്കുന്ന അവസ്ഥയാണത്. ഓട്ടോ പൈലറ്റ് മോഡ്? അതെ. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, സോഷ്യൽ മീഡിയ നോക്കുന്നു, തിരിച്ചു വരുന്നു, ഉറങ്ങുന്നു. ഈ സൈക്കിൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിനിടയിൽ
ഞാൻ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന ചോദ്യം പോലും നമ്മൾ മറന്നുപോകുന്നു. ദൈവത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ഓർക്കാതെ ഈ ലോകത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് യാന്ത്രികമായി ജീവിക്കുന്ന ഈ അവസ്ഥയാണ് യഥാർത്ഥ ഗഫ്ല. ഖുർആൻ തുടർച്ചയായി നമ്മളെ പിടിച്ചുകുലുക്കി ഈ ഗഫ്ലയിൽ നിന്ന് ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓ, അപ്പോ അങ്ങനെയാണല്ലേ. അപ്പൊ ഖുർആൻ ഒരു അലാറം പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ചിന്തയിലെ ഈ പിഴവുകളെയെല്ലാം അത് തിരുത്തുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഖുർആൻ നമ്മുടെ ചിന്തയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. വളരെ ശരിയായ രൂപമയാണിത്. ഖുർആൻ ഒരു ഗൂഗിൾ മാപ്പ് പോലെയാണ്. എങ്ങോട്ട് പോകണമെന്ന് മാത്രമല്ല, പോകുന്ന വഴിയിലെ അപകടങ്ങളെക്കുറിച്ചും തെറ്റായ റൂട്ടുകളെക്കുറിച്ചും അത് മുന്നറിയിപ്പ് തരുന്നു. നമ്മുടെ ചിന്തയിലെ തെറ്റായ റൂട്ടുകൾ അത് തിരുത്തിത്തരുന്നു. നിങ്ങളുടെ സ്രോതസ്സുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഒരുപക്ഷേ ഇതാണ്: നമ്മൾ എന്തു ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതിന് മുൻപ് നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ചിന്ത ശരിയായാൽ, കാഴ്ചപ്പാട് ശരിയായാൽ, പ്രവൃത്തികൾ താനേ ശരിയായിക്കൊള്ളും. ശരി, അപ്പോ നമ്മുടെ ചിന്തയുടെ സോഫ്റ്റ്വെയർ ഖുർആൻ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്തു. പക്ഷെ ഒരു സംശയം, ഈ പുതിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ നമ്മുടെ ഹാർഡ്വെയറിന്, അതായത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു പരിശീലനം വേണ്ടേ? ഈ ലോകത്ത് 24 മണിക്കൂറും ജീവിക്കുമ്പോൾ പലതരം പ്രലോഭനങ്ങളും ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ആ ചിന്തകളെ എങ്ങനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരും? ഒരുപക്ഷെ അവിടെയാവണം നമസ്കാരത്തിന്റെ പ്രസക്തിയല്ലേ? കൃത്യം. അതാണ് അടുത്ത പോയിന്റ്. നമസ്കാരം അഥവാ സ്വലാത്ത് പരിഹരിക്കുന്നത് മറവിയുടെയും അഹംഭാവത്തിന്റെയും പ്രശ്നമാണ്. അതായത് ദ ഫൊർഗെറ്റ്ഫുൾനെസ് ആൻഡ് ഈഗോ പ്രോബ്ലം. ഓക്കെ. ഖുർആൻ നൽകിയ പുതിയ ചിന്തകളും കാഴ്ചപ്പാടുകളും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ തിരക്കുകളിൽ നമ്മൾ മറന്നുപോകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായ അഹംഭാവം, അല്ലെങ്കിൽ ഞാനാണ് വലുത് എന്ന ചിന്ത നമ്മളെ എപ്പോഴും താഴേക്ക് വലിക്കും. ഈ രണ്ട് പ്രശ്നങ്ങളെയാണ് നമസ്കാരം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അത് എങ്ങനെയാണ് നമസ്കാരം ചെയ്യുന്നത്? നമസ്കാരത്തിലെ പ്രവർത്തികൾക്ക് ഇതുമായി നേരിട്ട് ബന്ധമുണ്ടോ? നേരിട്ട് ബന്ധമുണ്ട്. നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? സുജൂദ്, അതായത് നെറ്റി നിലത്ത് വെക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ അഹങ്കാരത്തിന്റെയും ചിന്തയുടെയും കേന്ദ്രമായ തലയെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗത്തെ, അതെ, നമ്മൾ ഏറ്റവും താഴ്ന്ന സ്ഥലമായ നിലത്ത് വെക്കുകയാണ്. എന്നിട്ട് എന്റെ നാഥൻ എത്ര പരിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് അഹങ്കാരത്തെ തകർക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ശാരീരിക പ്രവൃത്തിയാണ്. ദിവസത്തിൽ പലതവണ ഇത് ആവർത്തിക്കുന്നതിലൂടെ ഞാൻ ഒന്നുമല്ല, എനിക്ക് മുകളിലൊരു ശക്തിയുണ്ട് എന്ന് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു ദൈനംദിന വ്യക്തിത്വ പുനഃസ്ഥാപനമാണ്, ഒരു ഡെയിലി ഐഡന്റിറ്റി റീസെറ്റ്. ഡെയിലി ഐഡന്റിറ്റി റീസെറ്റ്, ആ പ്രയോഗം കൊള്ളാം. പക്ഷെ ഒരു സംശയം, ഒരുപാട് പേർ വളരെ യാന്ത്രികമായി നമസ്കരിച്ചു പോകുന്നത് കാണാറുണ്ടല്ലോ. എന്തിനാണത് ചെയ്യുന്നതെന്ന് പോലും ഓർക്കാതെ. അപ്പോൾ ഈ പറയുന്ന ഐഡന്റിറ്റി റീസെറ്റ് അവരിൽ നടക്കുന്നുണ്ടോ? അതിനെന്താണ് വേണ്ടത്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. തീർച്ചയായും യാന്ത്രികമായി ചെയ്യുമ്പോൾ അതിന്റെ പൂർണ്ണമായ ഫലം കിട്ടില്ല. പക്ഷെ അവിടെയാണ് നമസ്കാരത്തിന്റെ ഘടനയുടെ പ്രാധാന്യം. നിങ്ങൾ എത്ര യാന്ത്രികമായി ചെയ്താലും ദിവസത്തിൽ 5 തവണ നിങ്ങൾ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നിർത്തിവെച്ച് ഒരിടത്ത് നിൽക്കാൻ നിർബന്ധിതനാവുകയാണ്. ശരിയാണ്. നിങ്ങൾ ദൈവത്തിന് മുന്നിലാണ് നിൽക്കുന്നത് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ആ ഗഫ്ല അഥവാ ഓട്ടോ പൈലറ്റ് മോഡിന് ഒരു ബ്രേക്ക് ഇടുന്നു. പൂർണ്ണമായി ഫലം ചെയ്തില്ലെങ്കിൽ പോലും ദുന്യാവിൽ പൂർണ്ണമായി ലയിച്ചു പോകുന്നതിൽ നിന്നും അത് നമ്മളെ തടയുന്നു. തീർച്ചയായും നമസ്കാരം നീചവൃത്തികളിൽ നിന്നും നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നും തടയുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? ഓരോ നമസ്കാരവും അടുത്ത നമസ്കാരം വരെ മോശം കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതൊരു പരിശീലനമാണ്. വിനയം, അച്ചടക്കം, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ്, ഇവയുടെയൊക്കെ പരിശീലനം. അപ്പോ ഖുർആൻ ചിന്തകളെ നേരെയാക്കുന്നു. നമസ്കാരം നമ്മുടെ അഹംഭാവത്തെ നിയന്ത്രിക്കുകയും നമ്മൾ ആരാണെന്ന് ദിവസത്തിൽ 5 തവണ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ഒരു ഘടകം കൂടിയുണ്ടല്ലോ. നമ്മുടെ ചിന്ത ശരിയായി, നമ്മൾ വിനയമുള്ളവരുമായി. പക്ഷെ നമ്മുടെ ഉള്ളിലെ ചില ശക്തികളില്ലേ, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, അക്ഷമ, ഭക്ഷണത്തോടും മറ്റു സുഖങ്ങളോടുമുള്ള ആർത്തി, ഈ ആഗ്രഹങ്ങളെ, ഡിസയേഴ്സിനെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും സംവിധാനം വേണ്ടേ? അവിടെയാണ് നോമ്പിന്റെ പ്രസക്തി. നോമ്പ് പരിഹരിക്കുന്നത് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതിലെ പ്രശ്നമാണ്. ദ ഡിസയർ കൺട്രോൾ പ്രോബ്ലം. പെട്ടെന്നുണ്ടാകുന്ന എടുത്തുചാട്ടം, സുഖസൗകര്യങ്ങളോടുള്ള അമിതമായ ആസക്തി, ദുർബലമായ ആത്മനിയന്ത്രണം, ഇവയെല്ലാം ഇതിൽപ്പെടും.
നോമ്പെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പട്ടിണി കിടക്കുന്നതിനെക്കുറിച്ചാണ്. പക്ഷെ അത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. നോമ്പിന്റെ യഥാർത്ഥ പ്രവർത്തനം അതല്ല. പിന്നെന്താണ് നോമ്പിന്റെ യഥാർത്ഥ പ്രവർത്തനം? നോമ്പ് നമ്മുടെ ആഗ്രഹവും, അതായത് ഡിസയർ, പിന്നെ പ്രവൃത്തിയും, ആക്ഷൻ, ഇവ തമ്മിൽ ബോധപൂർവം ഒരു അകലം സൃഷ്ടിക്കുന്നു. ഒരു അകലം. അതെ. സാധാരണയായി നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കും, ആഗ്രഹമുണ്ടാകുന്നു, നമ്മളത് നിറവേറ്റുന്നു. എന്നാൽ നോമ്പെടുക്കുമ്പോൾ വിശപ്പും ദാഹവും അടക്കമുള്ള ഏറ്റവും അടിസ്ഥാനപരമായ അനുവദനീയമായ ആഗ്രഹങ്ങളെപ്പോലും നമ്മളൊരു നിശ്ചിത സമയത്തേക്ക് നിയന്ത്രിക്കുകയാണ്. ഇത് നമ്മുടെ ഇച്ഛാശക്തിയെ, അഥവാ വിൽ പവറിനെ ഒരു മസിൽ പോലെ ബലപ്പെടുത്തുന്നു. ആ ഒരു ആശയം കൊള്ളാം. വിൽ പവർ ഒരു മസിൽ പോലെയാണെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയും എനിക്ക് നേരത്തെ ചോദിച്ച അതേ സംശയമുണ്ട്. ഈ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറയുന്നത് ശരി തന്നെ. പക്ഷേ നോമ്പ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോൾ പഴയതിലും ആവേശത്തോടെ ഭക്ഷണം കഴിക്കുന്നവരല്ലേ നമ്മളിൽ പലരും? അപ്പോൾ ആ പരിശീലനം കൊണ്ട് എന്തു ഗുണമാണുണ്ടായത്? വീണ്ടും നല്ലൊരു ചോദ്യം. നോമ്പ് തുറക്കുമ്പോൾ ഒരുപാട് കഴിക്കുന്നത് ഒരുപക്ഷേ ആ പരിശീലനത്തിന്റെ പോരായ്മയായി കാണാം. എന്നാൽ ആ ദിവസം മുഴുവൻ, ഏകദേശം 12-14 മണിക്കൂർ, നിങ്ങൾ വിശപ്പും ദാഹവും സഹിച്ചു. ശരിയാണ്. ആ സമയമത്രയും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളോട് ഇല്ല, ഇപ്പോൾ പറ്റില്ല എന്ന് പറയുകയായിരുന്നു. ആ ഓരോ നിമിഷവും നിങ്ങളുടെ വിൽ പവർ മസിൽ പ്രവർത്തിക്കുകയായിരുന്നു. ഇതിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവെന്താണെന്ന് വെച്ചാൽ, എന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കും എന്നതാണ്. നിങ്ങളുടെ സ്രോതസ്സുകളിലെ ഏറ്റവും ശക്തമായ ഒരു ആശയം ഇതാണ്: നോമ്പ് നമ്മളെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റുന്നു. എനിക്കൊരാഗ്രഹം തോന്നുന്നു, ഞാനത് ചെയ്യുന്നു എന്ന അവസ്ഥയിൽ നിന്ന്, എനിക്കൊരു ആഗ്രഹം തോന്നുന്നു, പക്ഷേ ചെയ്യണമോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുന്നു എന്ന അവസ്ഥയിലേക്ക്. ഇതൊരു തരം വിമോചനമാണ്. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളുടെ അടിമയല്ല, മറിച്ച് അതിന്റെ യജമാനനാണെന്ന് തിരിച്ചറിവ്. കൊള്ളാം. അതൊരു വലിയ മാറ്റമാണ്. അപ്പോ ഖുർആൻ ചിന്തയെയും നമസ്കാരം അഹംഭാവത്തെയും നോമ്പ് ആഗ്രഹങ്ങളെയും പരിശീലിപ്പിക്കുന്നു. ഇവ മൂന്നും ചേരുമ്പോൾ ഒരു പൂർണ്ണമായ ചിത്രം കിട്ടുന്നുണ്ട്. പക്ഷേ ഇതെന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളുടെ കുറിപ്പുകളിലെ ഒരു പ്രധാന വിമർശനം നമ്മൾ അളക്കുന്നത് തെറ്റായ കാര്യങ്ങളാണ് എന്നതാണ്. നമ്മൾ ഈ അനുഷ്ഠാനങ്ങളെ വിലയിരുത്തുന്ന രീതിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. അതെ, ഒരുപക്ഷേ ഇന്നത്തെ ചർച്ചയുടെ കാതലതാണ്. അളക്കുന്നത് പൂർത്തീകരണമോ പരിവർത്തനമോ, മെഷറിംഗ് കംപ്ലീഷൻ വേഴ്സസ് ട്രാൻസ്ഫർമേഷൻ. നമ്മൾ സാധാരണയായി സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ ഖുർആൻ ഓതിത്തീർത്തോ? എത്ര തവണ ഖത്തം തീർത്തു? ഞാൻ സമയത്ത് നമസ്കരിച്ചോ? ഞാൻ ഈ വർഷത്തെ നോമ്പ് പൂർത്തിയാക്കിയോ? അതെ, ഇതൊക്കെയാണ് സാധാരണ ചോദിക്കാറ്. ഇങ്ങനെയൊക്കെയാണ്. ഇതെല്ലാം പൂർത്തീകരണം അഥവാ കംപ്ലീഷനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതല്ല എന്നാണോ? തീർച്ചയായും. കാരണം ഈ അനുഷ്ഠാനങ്ങളുടെ എല്ലാം ലക്ഷ്യം പൂർത്തിയാക്കലല്ല, പരിവർത്തനമാണ്, ട്രാൻസ്ഫോർമേഷൻ. അപ്പം നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളും മാറണം. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ടത് എത്ര പേജ് ഓതി എന്നല്ല, മറിച്ച് ഇന്ന് ഞാൻ ഓതിയ ഭാഗം ഏതെങ്കിലും വിഷയത്തിലുള്ള എൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിയോ? എന്നിലെ ഏത് തെറ്റായ ചിന്തയെയാണിത് തുറന്നുകാട്ടിയത് എന്നാണ്. അല്ലെങ്കിൽ ആ വായന കേവലം വിവരം ശേഖരിക്കൽ മാത്രമാകും. നമസ്കാരത്തിന്റെ കാര്യത്തിലോ? 5 നേരവും നമസ്കരിച്ചോ എന്നതിനപ്പുറം എന്ത് ചോദിക്കാൻ പറ്റും? നമസ്കാരത്തിന് ശേഷം സ്വയം ചോദിക്കാം, അല്ലാഹുവിന് മുന്നിൽ ഞാൻ എത്ര നിസ്സാരനാണെന്ന് എനിക്ക് ആത്മാർത്ഥമായി തോന്നിയോ? എന്റെ വലിയ പ്രശ്നങ്ങളും ആശങ്കകളും അല്പനേരത്തേക്കെങ്കിലും ചെറുതായതായി അനുഭവപ്പെട്ടോ? നമസ്കാരത്തിന് ശേഷം നമ്മുടെ മനസ്സിന് ഒരു ഭാരക്കുറവ് അനുഭവപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ ആ നമസ്കാരത്തിന്റെ വേഗത കുറയ്ക്കണം, അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം, എന്തോ ഒന്നും നഷ്ടപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിയണം. നോമ്പിന്റെ കാര്യത്തിലും ഇത് ബാധകമാണല്ലോ. വെറുതെ പട്ടിണി കിടക്കുന്നതിനപ്പുറം. അതെ, നോമ്പെടുക്കുമ്പോൾ സ്വയം നിരീക്ഷിക്കുക. ഏതൊക്കെ ആഗ്രഹങ്ങളാണ് എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്? വിശക്കുമ്പോൾ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്താണ്? ആളുകളോട് സംസാരിക്കുമ്പോൾ എന്റെ ക്ഷമ വർദ്ധിക്കുന്നുണ്ടോ അതോ കുറയുന്നുണ്ടോ? ഈ ആത്മപരിശോധനയില്ലാതെ നോമ്പെടുത്താൽ നിങ്ങളുടെ കുറിപ്പുകളിൽ പറയുന്നത് പോലെ അത് വെറും പട്ടിണി കിടക്കലാണ്. എന്നാൽ ഈ ചിന്തയോടെയാകുമ്പോൾ അത് അച്ചടക്കത്തിനും ആത്മനിയന്ത്രണത്തിനുമുള്ള ഏറ്റവും മികച്ച പരിശീലന കളരിയായി മാറുന്നു. അപ്പോൾ ഇവയെല്ലാം ഒരുമിച്ച് ചേർത്തു വെക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ സമ്പൂർണ്ണ മനുഷ്യ പരിഷ്കരണ പദ്ധതിയുടെ ചിത്രം വ്യക്തമാവുകയാണ്. അതെ, നോക്കൂ, ഖുർആൻ നമ്മുടെ ചിന്തകളെയും ബുദ്ധിയെയും രൂപപ്പെടുത്തുന്നു. സ്വലാത്ത് നമ്മുടെ വ്യക്തിത്വത്തിനും ആത്മാവിനും അടിസ്ഥാനമിടുന്നു, നമ്മളെ വിനയമുള്ളവരാക്കുന്നു. നോമ്പ്
നമ്മുടെ ശാരീരികമായ ആഗ്രഹങ്ങളെയും ഇച്ഛാശക്തിയെയും പരിശീലിപ്പിക്കുന്നു. ഇവ മൂന്നും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു മനുഷ്യനിലെ ബൗദ്ധികമായ ആശയക്കുഴപ്പങ്ങൾ, ആത്മീയമായ ഒറ്റപ്പെടൽ, ധാർമ്മികമായ ബലഹീനതകൾ ഇവയെല്ലാം ഒരേ സമയം പരിഹരിക്കപ്പെടുന്നു. ശരിയാണ്. ഇതൊരു യാദൃശികമായി വന്ന കുറച്ച് നിയമങ്ങളല്ല, മറിച്ച് വളരെ ആസൂത്രിതമായി തയ്യാറാക്കിയ ഒരു പരിഷ്കരണ പദ്ധതിയാണ്. അപ്പോ ഇന്നത്തെ ഈ ചർച്ചയുടെ ആകെത്തുക ഇതാണ്: അനുഷ്ഠാനങ്ങളുടെ എണ്ണം എടുക്കുന്നതിനോ അവ പൂർത്തിയാക്കിയോ എന്ന് ടിക്ക് ചെയ്യുന്നതിനോ അപ്പുറത്തേക്ക് നമ്മൾ കടന്ന് ചിന്തിക്കണം. ഓരോ അനുഷ്ഠാനവും ഒരു ടൂളാണ്. ആ ടൂൾ ഉപയോഗിച്ച് നമ്മളിൽ എന്തു മാറ്റം വന്നു, നമ്മുടെ ഏത് പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നതാണ് പ്രധാനം. കൃത്യമായി പറഞ്ഞു. നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു അവസാന ചോദ്യം കൂടി നൽകാം. ഇത് നിങ്ങളുടെ സ്രോതസ്സുകളിൽ നിന്ന് തന്നെയുള്ളതാണ്. നമ്മളെല്ലാവരും രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ഞാൻ എൻ്റെ ആരാധനകൾ പൂർത്തിയാക്കിയോ എന്ന് ചോദിക്കുന്നതിന് പകരം സ്വയം ഇങ്ങനെ ചോദിച്ചു തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ഇന്ന് ഞാൻ ചെയ്ത ആരാധന എൻ്റെ ഏത് ഭാഗത്തെയാണ് പരിഷ്കരിച്ചത്? എൻ്റെ ചിന്തയിലോ, എൻ്റെ അഹങ്കാരത്തിലോ, അതോ എൻ്റെ ആഗ്രഹങ്ങളിലോ? ആ ഒരൊറ്റ ചോദ്യം അതൊരു പക്ഷേ നമ്മുടെ അനുഷ്ഠാനങ്ങളോടുള്ള സമീപനത്തെ മുഴുവനായി മാറ്റിമറിച്ചേക്കാം.